തന്നെയാണ് ആദ്യം ഇത് പല എഡിറ്റ് ചെയ്തിട്ടാണ്. അതെ, കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ ഇതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരാളിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഞാൻ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഓഫേഴ്സ്, മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ച് ചോദിക്കും, എടാ നിൻ്റെ മൂവി ഓഫർ പോയാലോടാ, എന്ത് പറ്റി, പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം പോകാൻ കേൾക്കുന്നുണ്ടല്ലോടാ, ഇങ്ങനെ ഓരോന്നും തീരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡീഗ്രേഡിങ് ടൈമിൽ അതിപ്പം നമ്മുടെ കില്ലം ഫിറോസൊക്കെ പറഞ്ഞ കണക്ക് ഒരു കുറച്ച് ചാനൽസും കുറച്ച് PR ടീമും ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡീഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ. കാലം തെളിയിച്ചു. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി. പക്ഷേ എന്നാലും എന്താ പറയുക, ഒരുപാട് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല, കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചതിന് ഈ വോട്ടിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജെന്യൂറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ചോദിക്കാം, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, നമ്മുടെ റൈറ്റ്സ് അല്ലേ. റോവിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഷോയിൽ സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പേര്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോനെ ഫോളോ ആക്കുന്നത്. ഇൻ്റർനാഷണൽ ഷോവിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ചെയ്യുന്നത്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ അഖിൽമാരാൻ്റെ സിബിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്നതാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എക്സൽ അത് ബ്ലാക്ക് മെയിൽ ഉറപ്പായിട്ടും. റോബിൻ, ജൂണിൽ കല്യാണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഫാമിലിയിലുണ്ട്. ചിങ്ങം വരയിൽ 2 മാസം കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും. ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഇല്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ പറ്റും. പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് ജിൻഡോനെയാണ്. കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ പറയുക, ആരാണെങ്കിലും ഡിസർവിംഗ് ആയിട്ടുള്ള ആൾ ഇല്ലാതാവട്ടെ. ഓക്കെ, സോ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നത് ജിൻഡോ വിന്നർ. അത് വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന ഒരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ പ്രസ് മീറ്റ് ഒക്കെ കണ്ടിരുന്നു? ഞാൻ ഫുള്ള് കണ്ടില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും നടന്നിട്ടുള്ളത് നമ്മൾ അല്ല, പല രീതിയിൽ സിബിൻ ടോർച്ചർ അനുഭവിച്ചെന്നാണ് സംസാരിക്കുന്നത്. റോബിൻ ഇത് ഒരു വർഷം മുന്നേ സംസാരിച്ച ഒരു കാര്യമായിരുന്നു. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. സിബിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണും. എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷേ നിങ്ങളടുത്ത് ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ എഗൻസ്റ്റ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും എഗൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്ത് ചെയ്യും, ഇല്ലാണ്ടാവും. അപ്പോൾ സോ അത് ഇനി ആർക്കും എന്തെങ്കിലും ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. റോബിനാണ് അത് ആദ്യം തുറന്ന് പറഞ്ഞത്. പലരും ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു മീഡിയയുടെ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ. ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല, ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഡീഗ്രേഡിങ് ഫേസ് ചെയ്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ മാക്സിമം ആരും ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഓരോ ലൈഫുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിൽ ഒരു രീതിയിലും ഡീഗ്രേഡിങ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അന്ന് ബിഗ് ബോസിൽ നിന്ന് റോബിൻ പുറത്തായത് ഇതേപോലത്തെ എന്തെങ്കിലും ടാർഗറ്റുകളിലൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിൽ കുറേ ഞാൻ പറയാം. ഇപ്പം പ്രേക്ഷകർക്ക് ഇതിൻ്റെ ജസ്റ്റ് 100-ൽ 5% അല്ലെങ്കിൽ 10% കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അതിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യനെറ്റും ബിഗ് ബോസും തന്നെയാണ്. എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം, അതിൽ 1-2 പേരെടുത്താണ് പ്രശ്നം. സോ
അവർ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ്, കോർപ്പറേറ്റ്സ് ആണ്. സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ച് ഇല്ലാണ്ടാക്കാം, അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയർ ആണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും, അതെല്ലാം അവർ ഫീലുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. അല്ല, റോബിനെ സംബന്ധിച്ച് ഇപ്പോൾ സിബിൻ എത്രത്തോളം വേദനയോടെയാണ് അത് സംസാരിച്ചത്. അപ്പോൾ റോബിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും പറഞ്ഞ കണക്ക് ഇപ്പം അവർ പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം. എന്ത് ചെയ്താലും എൻ്റെ അടുത്ത് പറയുന്നത് വക്കീലിനോട് ചോദിച്ചു വരും, അതിൽ എന്നെ ഇല്ലാണ്ടായി ഞാൻ പറയില്ലേ. ഇപ്പോൾ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും, ചാനലിനെക്കാട്ടി അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ വെട്ടി വീഴും. അത്രയല്ല, അവർ വരാതിരിക്കട്ടെ. ഓഫീസിൽ എനിക്ക് വന്നിട്ടുണ്ട്.